പുറത്തേക്കൊന്ന് വന്ന് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുട്ടിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം മറ്റുള്ളവർ കാണുമ്പോഴേ എന്ത് ചോദിക്കും, അവർക്ക് ഞാൻ എന്ത് മറുപടി കൊടുക്കും. സോ ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള അവളുടെ ലൈഫിൽ ഇനി ഞാൻ ഏത് കോഴ്സ് അവൾക്ക് എടുത്തു കൊടുത്താലും അതുകൊണ്ട് എൻ്റെ മോള് ഹാപ്പി ആവില്ല. മക്കളെ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ചെറിയൊരു കഥ പറയാം. അതായത് ഒരു പാരൻ്റ്, ഒരു അച്ഛനാണ്. ആ കുട്ടിയായിട്ട് ആദ്യം വന്നു. കുട്ടി ഓൾറെഡി 3 അറ്റംപ്റ്റ് കഴിഞ്ഞാണ് നീറ്റിൽ. അവസാനത്തെ എക്സാമിൽ 589 മാർക്ക്. അതിനു മുന്നേ 530 മറ്റോ, അതിനു മുന്നേ 400ഓളം വരുന്ന മാർക്ക്. ഇങ്ങനെ 3 അറ്റംപ്റ്റ് കഴിഞ്ഞു. 4ാമത്തെ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ചോദിക്കാനാണ് വന്നേക്കുന്നത്. പക്ഷെ ആ കുട്ടിക്ക് കുറച്ച് ടെൻഷനുണ്ട്, പക്ഷെ ആഗ്രഹം മാറുന്നില്ല. ഈ ഒരു അച്ഛൻ പറഞ്ഞ മറുപടി ഇതാണ്: എൻ്റെ കുട്ടി റിസൾട്ട് വന്നിട്ട് അന്നു മുതൽ ഇന്ന് വരെ വീട്ടിൽ നിന്നല്ലാതെ വേറെ ആരോടും സംസാരിക്കുന്നില്ല. പുറത്തേക്കൊന്ന് വന്ന് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുട്ടിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം മറ്റുള്ളവർ കാണുമ്പോഴേ എന്ത് ചോദിക്കും, അവർക്ക് ഞാൻ എന്ത് മറുപടി കൊടുക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ മറ്റ് പാരൻസും പറഞ്ഞ് കേട്ടിട്ട് അറിയാം. വീട്ടിനുള്ളിൽ നിന്ന് പിന്നെ 2-3 ദിവസം ഡോറ് പോലും തുറക്കാതെ അതിനുള്ളിൽ ഇരുന്ന കുട്ടികളെ കുറിച്ച്, വെറും വെള്ളം മാത്രം കുടിച്ച് 2-3 ദിവസം തള്ളി നീക്കിയ കുട്ടികളെ കുറിച്ച്. ഇത്രമാത്രം എന്താ ഉള്ളത്? നിങ്ങൾക്ക് നീറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നമായിട്ട് കാണുന്നുണ്ടെന്നാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിരുന്നുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കണം മക്കളെ. അതല്ലാതെ വീണ്ടും നമ്മൾ റൂമിനുള്ളിൽ കരഞ്ഞിട്ട് നമുക്ക് എന്ത് പ്രയോജനമുള്ളത്? നമ്മുടെ ലൈഫിൽ ഈ കരഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. ഇനി അടുത്ത കോഴ്സുകളെ കുറിച്ച് BDS ആണോ, ഇനി അതല്ല ഞാൻ വെറ്റിനറിക്ക് പോവാം, ആയുർവേദ, ഹോമിയോ പോവാം, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കത് പറ്റുന്നില്ല. പണ്ടൊരു സാറ് പറഞ്ഞതുപോലെ, നമ്മളൊരാളെ കല്യാണം കഴിക്കാൻ നോക്കിയിട്ട് അവരുടെ ചേച്ചീനെ നമുക്ക് കെട്ടിച്ചെന്നു, അനിയത്തിനെ പെണ്ണ് കണ്ടു, ചേച്ചീനെ കെട്ടി, പിന്നെ അതുമായിട്ട് അഡാപ്റ്റ് ആവാൻ പറ്റാത്തതുപോലെ എല്ലാ കോഴ്സിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്, അതിൻ്റെതായ മഹത്വം ഉണ്ട്. സോ നിങ്ങൾക്ക് അതുമായിട്ട് അഡാപ്റ്റായി പോകാൻ പറ്റുമെന്നാണെങ്കിൽ നിങ്ങൾ അതിനെ സ്നേഹിക്കണം, നിങ്ങൾ എടുക്കുന്ന കോഴ്സുകളെ സ്നേഹിക്കണം. അതല്ലാന്നാണെങ്കിൽ അത് വിട്ടുകൊണ്ട് നമ്മൾ മറ്റൊരു കോഴ്സിന് പോകാൻ തയ്യാറാവണം. അതല്ലാന്നാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇഷ്ടം എന്തോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാവണം. ഈ അച്ഛൻ്റെ കഥയിലേക്കാണ് ഞാൻ തിരിച്ചു വരാം. ആൾ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ കുട്ടീനെ ഞാൻ എത്ര കാശ് കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ഇനിയും പഠിപ്പിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം, സാറേ നിങ്ങൾക്ക് ഒരു കഥ ഞാൻ പറയാം. ആ അച്ഛനാ പറയുന്നത്, നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ യൂട്യൂബിൽ സംസാരിക്കാനുള്ള ഒരു കഥയായിരിക്കും എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി സാറേ, നിങ്ങൾ കാര്യം പറ. അപ്പോൾ അയാൾ പറഞ്ഞേക്കുന്ന കാര്യം ഇതാ: എനിക്ക് ആകെ 2 ഡ്രസ്സേ ഉള്ളൂ. ഞാൻ എന്നും ഇടുന്നത് ഒരേ കളറിലുള്ള ഡ്രസ്സാണ്. ഒരേ കളറിലുള്ള ഡ്രസ്സ്, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അത് എന്തുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ഇടുന്നത് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. എനിക്ക് ആകെ 2 ഡ്രസ്സേ ഉള്ളൂ. ഈ 2 ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഞാൻ എപ്പോഴും പോകുന്നത്. ഒന്ന് മുഷിയുമ്പോൾ അടുത്തതിടും, അടുത്ത മുഷിയുമ്പോൾ അടുത്തിടും. പക്ഷെ ആരും ചോദിക്കൂല. എല്ലാവരും പറയുന്നത് അയാളുടെ ഡ്രസ്സ് അങ്ങനെയാണ്, അയാൾ അങ്ങനെയാണ് ഇടുന്നത്. എന്നെ എപ്പോൾ കാണുന്നവർക്ക് ഒരേപോലെയാണ് കാണുന്നത്. 2 ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. 2 കൊല്ലത്തോളമായി ഞാനൊരു പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ട്. പക്ഷെ ഞാൻ ഓരോ ദിവസവും ഓരോ പൈസയും സമ്പാദിച്ച് കൂട്ടുന്നത് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ കുട്ടി നാളെ നല്ലൊരു നിലയ്ക്ക് എത്തിക്കാണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. എനിക്ക് മോളെ MBBSന് സെൽഫ് ഫിനാൻസിങ് കോളേജിലൊന്നും വിടാനുള്ള കാശൊന്നുമില്ല സാറേ. പക്ഷേ ഗവൺമെൻറ്റിൽ അവൾ പഠിക്കണം, അവൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ വീണ്ടും അവൾ പറയാൻ തുടങ്ങി, സാറേ ഇത് എൻ്റെ അത്രയും വലിയ ഡ്രീമാണ്, എനിക്ക് എന്തായാലും അതുമായിട്ട് മുന്നോട്ട് പോകണം. എൻ്റെ കുട്ടിക്കും അത് വലിയ ഇഷ്ടമാണ്. എൻ്റെ കുട്ടീനെ ഞാൻ ഇനി എവിടെ തന്നെ ചേർത്താലും എല്ലാ കാര്യങ്ങളും, എല്ലാ സീക്രട്ട് കാര്യങ്ങൾ പോലും എന്നോട് തുറന്ന് പറയുന്ന മോളാണ്. എൻ്റെ അടുത്ത് അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്ത് കാര്യങ്ങളുണ്ട്, അവളുടെ പേഴ്സണൽ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യുന്ന കുട്ടിയാണ്. സോ ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള അവളുടെ ലൈഫിൽ ഇനി ഞാൻ ഏത് കോഴ്സ് അവൾക്ക് എടുത്തു കൊടുത്താലും അതുകൊണ്ട് എൻ്റെ മോള് ഹാപ്പി ആവില്ല. ഒരു കൊല്ലവും കൂടെ നിങ്ങൾ പഠിപ്പിക്കണം, എൻ്റെ കുട്ടിക്ക് റിസൾട്ട് ഉണ്ടാക്കണം. 100% ഉറപ്പോടുകൂടെ നമുക്ക് ആ പാരൻറ്റിനോട് പറയാൻ പറ്റും, നിങ്ങളുടെ കുട്ടീനെ നമുക്ക് തന്നേക്ക്, ഞങ്ങൾ റിസൾട്ട് ഉണ്ടാക്കിയിട്ട് തിരിച്ചു തരാം. കാരണം നമ്മുടെ JPSൻ്റെ നല്ല ഫാക്കൽറ്റീസ്, ഒരു കൂട്ടം ബെസ്റ്റ് ഫാക്കൽറ്റീസാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. കുട്ടികളുടെ കൂടെ നിന്ന് അവരുടെ പൾസ് മനസ്സിലാക്കി പഠിപ്പിക്കാൻ പറ്റുന്ന അധ്യാപകർ, ക്ലാസ് റൂം കഴിഞ്ഞാലും ക്ലാസ്സിലെ അവരുകൾ കഴിഞ്ഞാലും കുട്ടികളുടെ കൂടെ ഇരുന്ന് ഹോസ്റ്റലിനുള്ളിൽ നിന്ന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അവർക്ക് വേറെ ദൂരത്തൊന്നും പോയിട്ട് ക്ലാസ് റൂമിലേക്ക് ഇരിക്കേണ്ട, ഹോസ്റ്റലും ക്ലാസ്സും ഒരു സ്ഥലത്ത് തന്നെ അവിടെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ. അപ്പം അത് കൂടാതെ ആഴ്ചയിൽ അവരിലേക്ക് എത്തുന്ന മെൻറ്ററുകൾ, ഈ മെൻറ്റേഴ്സ് എന്ന് പറയുന്നത് അവരുടെ വഴിയിലൂടെ കടന്നു പോയേക്കുന്ന കുട്ടികൾ. ഇതൊക്കെയാണ് JPSൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും
ഇത്തരം പാരൻസിന് ചൂസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം JPS തന്നെയാണ്. ഇവിടെ എടുത്തു പറയാൻ ഇത്തരം കാര്യങ്ങളുണ്ട്. നമ്മുടെ റിസൾട്ട് തന്നെയാണ് അതിൽ ഏറ്റവും വലിയൊരു ഫാക്ടർ. 3 വർഷം കൊണ്ട് കേരളത്തിന് ഞെട്ടിച്ച റിസൾട്ട് JPSൻ്റെതാണ്. ആദ്യ വർഷം കൊണ്ട് തന്നെ 50% മുകളിൽ തുടർച്ചയായി ഈ 3 വർഷത്തെ റിസൾട്ടുകൾ എടുക്കുമ്പോൾ 230 മുകളിൽ MBBS ഡോക്ടർമാരെ സംഭവിച്ച കേരളത്തിലെ ഏക സ്ഥാപനം. ഈ ഒരു സ്ഥാപനത്തിന് മാത്രമേ 30% മുകളിൽ റിസൾട്ട് അവകാശപ്പെടാൻ പറ്റൂ. അതാണ് JPS. ഈ JPSൻ്റെ ഭാഗമാവാൻ ഇനിയും ഏതെങ്കിലും പാരൻസിന് തോന്നുന്നുണ്ടെന്നാണെങ്കിൽ മടിച്ചു നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് വരാം. ഇവിടെ 500 മാർക്കിന് മുകളിലാണ് നിങ്ങളുടെ കുട്ടി മാർക്ക് വാങ്ങിച്ചതെങ്കിൽ ഒരു ഫീസും അടയ്ക്കാതെ ഇവിടെ പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടെ വരാം. ഓക്കെ.